ദ ലോർഡ്. എൻ്റെ പേര് ജെയിംസ്. ഞാൻ കട്ടപ്പനയ്ക്കടുത്ത് ചപ്പാത്ത് സെൻറ്റ് ആൻ്റണീസ് ഇടവക അംഗമാണ്. ഞാൻ 2019 ഡിസംബർ 30 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, അതിനു മുമ്പ് എൻ്റെ സാക്ഷ്യം ഒന്ന് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഒരു കോൺട്രാക്ടർ വർക്കാണ്, അതായത് വീടുകൾ പണിത് കൊടുക്കുന്ന ജോലിയാണ്. ഏതാണ്ട് 10-45 ജോലിക്കാർ എനിക്കുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 3 വർഷമായിട്ട് ഞാൻ വളരെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലായിരുന്നു. കാരണം ഈ ചെയ്യുന്ന വർക്കിന് പൂർണ്ണമായ പൈസ നമുക്ക് കിട്ടാതെ എന്നതിൻ്റെ ഫലമായിട്ട് ഞാൻ കൊടുക്കാനുള്ള സ്ഥലത്ത് ഞാൻ കൃത്യമായി കൊടുത്തില്ലെങ്കിൽ അവരെന്നെ വളരെയേറെ വിഷമിപ്പിക്കും. എങ്കിലും ജോലിക്കാർക്കും മെറ്റീരിയൽ എടുക്കുന്ന സ്ഥലത്തെല്ലാം പൈസ കൊടുക്കണമായിരുന്നു. അവസാനം മെറ്റീരിയൽ കടയിൽ ഒത്തിരി പൈസ കടമായി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ വീടെന്ന് പറഞ്ഞാൽ, ഒരു കോൺട്രാക്ടറുടെ വീടെന്ന് പറഞ്ഞാൽ തീർത്തും വാസയോഗ്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഷീറ്റിട്ട വീട്, 2 മുറി, ഒരു ഹാള്, ഒരു അടുക്കള. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ താമസിക്കുവാനായിട്ട് വളരെ അസൗകര്യമുള്ള വീടായിരുന്നു. എങ്കിലും മോനൊരു കല്യാണാലോചന വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് വീട് പുതുക്കി പണിതതിന് ശേഷം നമുക്ക് വിവാഹം നടത്താമെന്ന് പറഞ്ഞ് വിവാഹം ഉറപ്പിച്ചു വെച്ചു. പക്ഷേ എങ്കിൽ ആ ഇടയ്ക്കാണ് വീട് പൊളിച്ചു പണിയാമെന്ന് തീരുമാനിച്ചപ്പോൾ, മെയിൻ്റനൻസ് ചെയ്യാമെന്ന് തീരുമാനിച്ചപ്പോൾ അതിനുവേണ്ടി ഞാൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ പൈസ ഈ മെറ്റീരിയൽ എടുക്കേണ്ട കടയിൽ അവർ എന്നെ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞ്, ഞാൻ പൈസ ഞാൻ സെക്യൂരിറ്റിയായിട്ട് ഡിപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ പണി ആരംഭിക്കുമ്പോഴും നമുക്ക് പൈസ വാങ്ങാം എന്നുള്ളൊരു ഉറപ്പിൻ്റെ പുറത്ത് ജീവിത പങ്കാളിയെയും മക്കളോടും പറഞ്ഞ് ഞാൻ പൈസ അവിടെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2018 പ്രളയം വന്നപ്പോൾ എൻ്റെ വീട് തകർന്നു. അപ്പോൾ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീണ്ടും ഞങ്ങൾ വാടക വീടിനെ ആശ്രയിച്ചു. വാടക വീട്ടിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഞാൻ തീർത്തും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ഇനി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനത്തിലെത്തിയപ്പോൾ എൻ്റെ ദൈവം അതിനെ അനുവദിച്ചില്ല. ആ തീരുമാനത്തിന് 2 ആഴ്ച കഴിഞ്ഞപ്പം അതേ സ്പോട്ടിൽ വെച്ച് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻ്റ് ഉണ്ടായപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ദൈവം എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന്. കാരണം ബസ് കയറി ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. ഒരു കാർ വന്ന് ഇടിച്ച് ഞാൻ റോഡ് വീഴുന്നു. ബസ് വന്ന് പിന്നെ അവിടെ ചവിട്ടി നിർത്തുന്നു. എനിക്ക് ഒരു പോറലുമില്ല, പക്ഷേ എയർ ടൈറ്റായിട്ട് എനിക്ക് ശ്വാസം വിടത്തില്ല, പറ്റാത്ത അവസ്ഥയായി. നടുവിൻ്റെ വേദന 2018 ഉണ്ടായ ഈ ഒരു ആക്സിഡൻറ്റും കൂടെ ആയപ്പോൾ ഞാൻ ജീവിതത്തിൽ ആകെ തകർന്നു. അപ്പോഴേ എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ദൈവം എന്നെ കരുതുന്നുണ്ട് എന്ന് കരുതി. അങ്ങനെ ഞാൻ അണക്കരയിൽ കൗൺസിലിങ്ങിന് ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ കൃപാസനത്തിലേക്ക് എൻ്റെ സൈറ്റ് സൂപ്പർവൈസർ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് വന്ന് പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അവർ വന്ന് പോകുമ്പോൾ പലരും ഇവിടെ വരുന്നുണ്ട്. അപ്പോഴേ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് വലിയൊരു പുച്ഛമായിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ കരുതിയത്, അന്ന് നമ്മൾ തെറ്റായ അഭിപ്രായങ്ങൾ പലരിൽ നിന്നും കേട്ടു, ചാനലിലൂടെ കേട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ കൃപാസനത്തിലേക്ക് വരാനായിട്ട് എനിക്ക് സാധിച്ചില്ല. പക്ഷേ അവസാനം ഞാൻ തീരുമാനിച്ചു, കൃപാസനം എന്താണെന്ന് അറിയണം. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അപ്പോഴാണ് അച്ഛന് കിട്ടിയ അഭിഷേകത്തെക്കുറിച്ചും അച്ഛന് കിട്ടിയ വരദാനത്തെക്കുറിച്ചുമെല്ലാം ഞാൻ അറിയാനിടയായത്. അങ്ങനെ ഞാൻ 2019 ഡിസംബർ 30 ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ എത്തിച്ചേരുമ്പോൾ വലിയൊരു പ്രശ്നത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എൻ്റെ ശരീരത്തിൻ്റെ ഈ വലതുവശത്ത് ഒരു മുഴയുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ചെവിയിൽ ഒരു മാംസ കഷ്ണം. എനിക്ക് ചെവി പൂർണ്ണമായിട്ട് അസ്വസ്ഥതയായിരുന്നു. ഈ മുഴ ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല, ഹോസ്പിറ്റലിൽ പോയില്ല. കാരണം ഇത്രയും പ്രതിസന്ധിയുടെ മധ്യത്തിൽ എൻ്റെ
രോഗം കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും താർന്നു പോകുന്ന കണക്കിന് പുറത്ത് ഞാനത് രഹസ്യമായി സൂക്ഷിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ചൊവ്വേന്നേരം ഇരിക്കത്തില്ല. ഒരു വിധത്തിലാണ് ഞാൻ ഇവിടെ നിന്നത്. അപ്പോഴാ 30-ാം തീയതി ആ പ്രാർത്ഥനയിൽ അച്ഛൻ രോഗശാന്തിയുടെ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ചെവി കൊണ്ട് കേട്ടതാണ്, ഞാൻ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതാണ്. അച്ഛൻ പറഞ്ഞു, വലത് ആര്യലിനോട് ചേർന്ന് മുഴ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു, ഒരു മാംസകഷം ചെവിയിൽ നിന്നും വലത് ചെവിയിൽ നിന്നും എടുത്തു മാറ്റുന്നു എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ചെവി കൊണ്ട് കേട്ടു. പക്ഷേ ഞാൻ അതത്ര കാര്യമാക്കില്ല. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് കൃപാസനത്തിൽ ഈ മാതാവ് മാത്രമല്ല ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന് എനിക്ക് വെളിപ്പെട്ടിയത്. കാരണം ഇവിടെ അച്ഛനെ ഞാൻ കണ്ടപ്പോൾ, അച്ഛൻ്റെ ചുറ്റും ആൾക്കാർ നിൽക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മുഖത്തിൽ വന്ന് ഈശോ അവിടെ നിൽക്കുന്നു. അതായത് മലമുകളിൽ ഈശോ നിൽക്കുമ്പോൾ ഈശോയുടെ ചുറ്റും ജനങ്ങൾ കൂടുന്ന സിനിമയിലെ ആ ഒരു രംഗം പോലെ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അന്നു മുതൽ അച്ഛൻ്റെ ആ ഓരോ വാക്കുകളും തേൻകട്ട പോലെ എൻ്റെ ഹൃദയത്തെ തുളച്ചു. എനിക്ക് കൃപാസനത്തും അച്ഛനോടുള്ള ആ സ്നേഹവും എനിക്ക് ഇന്നും അച്ഛൻ്റെ വാക്കുകൾ ഈശോയാണ് സംസാരിക്കുന്നത്, ഈശോയാണ് ഇടപെടുന്നത് എന്നുള്ള വലിയൊരു അനുഭവം എനിക്ക് ഇതുണ്ടായി. ഞാനിത് പലരോടും, ഞാനുമായി ബന്ധപ്പെടുന്ന വ്യക്തികളോടും എല്ലാം ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ സാക്ഷിയായി ഞാൻ പറയാറുണ്ട്. കാരണം ഒത്തിരി ഞാൻ താമസിച്ചു, ഉടമ്പടി പുതുക്കാൻ താമസിച്ചു, എനിക്ക് വരാൻ സാധിച്ചില്ല. അത് മാതാവിനോടൊരു വെല്ലുവിളിയായിട്ടാണ് നീണ്ടുപോയത്. അതിനും കാരണമുണ്ട്. ഞാൻ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ്, മൂത്ത മോനും ഇളയ മോനും വേണ്ടിയിട്ടാണ് ആദ്യത്തെ നിയോഗം വെച്ചത്, ആദ്യത്തെ വിദേശത്ത് പോകാനായിട്ട്. അതിനകത്ത് മൂത്ത മോൻ്റെ കാര്യങ്ങൾ നടന്നില്ല, ഇളയ മോൻ്റെ കാര്യം ആണ് നടക്കുന്നത്. ഇളയ മോന് ഇതുപോലെ അവൻ്റെ 2.5 ലക്ഷം രൂപയോളം നമ്മൾ ചെലവഴിച്ച് പഠനം നടത്തി. അപ്പോഴാണ് നമുക്ക് പറയുന്നത്, ഇന്ന പോലെ 10 ലക്ഷം രൂപ ഒരു സുഹൃത്ത് തരാമെന്ന് പറഞ്ഞു, 2 രൂപ പലിശയ്ക്ക്. ആ 2 രൂപ പലിശയ്ക്ക് ഞാൻ പൈസ വാങ്ങി പിന്നെ വിദേശത്ത് വിടാമെന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് എല്ലാം ഇടപാട് നടത്തി. പക്ഷേങ്കിൽ കൊറോണ വന്നതുകൊണ്ട് 8 മാസമായിട്ടും ഇവന് കാര്യങ്ങളൊന്നും നടന്നില്ല. അവസാനം തരാമെന്ന് പറഞ്ഞ വ്യക്തി, പൈസ തരാമെന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങളത് വാങ്ങിക്കണമെന്ന് പറയും. പക്ഷേ 2% പലിശ, 20,000 രൂപ മാസം പലിശ കൊടുക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനത് പെൻഡിങ് വെച്ചു. എന്നോട് ചോദിച്ചു എങ്ങനെ കൊടുക്കാനാണ്, അതുകൊണ്ട് ഞാനത് വേണ്ടാന്ന് വെച്ചു. പക്ഷേ എങ്കിൽ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവിടുന്ന് പിന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു, നിങ്ങൾ അടുത്ത ദിവസം തന്നെ നിങ്ങൾ പൈസ അടച്ച് നിങ്ങൾ ചെറുക്കൻ അവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഞാൻ മാതാവിനോട് നിലവിളിച്ചു, ഉടമ്പടി പത്രികയിൽ കണ്ണുനീരൊഴുക്കി ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് പിറ്റേ ദിവസം മോള് വിളിക്കുകയാണ്. മോള് വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ വിഷമിക്കേണ്ട, എൻ്റെ ഒരു സുഹൃത്ത് 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇപ്പോൾ പലിശയോ ഒന്നും കൊടുക്കണ്ട, ചെന്നിട്ട് ജോലി ചെയ്ത് പൈസ കൊടുത്താൽ മതിയെന്ന് പറയും. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം 2 ആഴ്ചയ്ക്ക് ശേഷം ഞാനത് വാങ്ങിയിരുന്നെങ്കിൽ പലിശ കൊടുക്കേണ്ടി വന്നതിന്. ഇത് പലിശയില്ലാതെ എൻ്റെ ഒരു സുഹൃത്ത് നമുക്ക് ഇത്രയും പൈസ തന്ന് സഹായിച്ചു. അങ്ങനെ മോന് വിദേശത്ത് പോകാൻ സാധിച്ചു. അതിനുശേഷം ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളാണ്. അതായത് ഉടമ്പടി തൈലം, ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ 60 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സൈഡിൽ വേദന കലശലായി. അപ്പോഴേ ഞാൻ ഓർത്ത് എന്താ ഭയങ്കരമായിട്ട് വേദന, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഡോക്ടറെ പോയി കാണാമെന്ന് പറഞ്ഞ് ഞാൻ ബൈക്കെടുത്ത് ഡോക്ടറെ ചെന്ന് കണ്ടു. ഡോക്ടർ ഒരു സിറപ്പിന് മാത്രം, ഗ്യാസിന് ഒരു സിറപ്പിന് മാത്രം കുറിച്ച് തന്നു. ഞാനത് വന്ന് 1 ഡോസേ കുടിച്ചുള്ളൂ. പക്ഷേ എങ്കിൽ എൻ്റെ അമ്മ മാതാവ് അത് പൂർണ്ണമാക്കി സൗഖ്യപ്പെടുത്തി തന്നു. അതുപോലെ തന്നെ 90 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചെവിയിലെ ആ മാംസകഷ്ണം അഴുകി ഇല്ലാതെയായി. അതും വലിയൊരു, അപ്പം ഞാൻ ചെവി തോണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാണ്, എല്ലാം നിലത്തിട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത്, അച്ഛൻ എന്നെ പോലെ വിളിച്ച് പറഞ്ഞതല്ലേ, പ്രാർത്ഥിച്ചതല്ലേ, എന്നെക്കുറിച്ചല്ലേ. അപ്പം ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ കഷ്ണങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് ഞാൻ എൻ്റെ മോൾക്ക് അയച്ചു കൊടുത്തു. ഇത് അമ്മ മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ട് കൊടുത്തു.
അങ്ങനെ അതുപോലെ തന്നെ ഉടമ്പടി തൈലത്തിലൂടെ അതായത് എനിക്ക് 10-20 വർഷമായിട്ട് പൈൽസിൻ്റെ രോഗം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വരെ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ ആ രോഗമില്ല. ഇന്നലെയും ഞാൻ ചിക്കൻ കഴിച്ചിട്ടാണ് ഇവിടെ വന്നത്. അല്ല, എനിക്ക് ചിക്കനോ ഉണക്കമീനോ അങ്ങനത്തെ ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി വിഷയങ്ങളുണ്ടാകുമായിരുന്നു. പക്ഷേ ഇതിന്നെല്ലാം പൂർണ്ണമായ സൗഖ്യം എൻ്റെ അമ്മ മാതാവ് ഈശോയിലൂടെ എനിക്ക് വാങ്ങിത്തന്നു. എൻ്റെ അമ്മ മാതാവിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എൻ്റെ മോക്ക് ഇതുപോലെ ചുണ്ടിൽ ഒരു വെള്ളപ്പാടുണ്ടായിരുന്നു. അപ്പം അത് അടുത്ത ദിവസം കണ്ടപ്പോൾ എൻ്റെ മോള് വിളിച്ചിട്ട് പറഞ്ഞു, പപ്പ ഇന്നപോലെ എൻ്റെ ചുണ്ടിൽ ഒരു ചെറിയൊരു വെളുത്ത പാട് കാണുന്നു, മറ്റുള്ളവരെ എന്നെ പരിഹസിക്കുന്നു എന്ന് പറഞ്ഞു. ഞാനത് അമ്മ മാതാവിനോട് ഏറ്റു പറഞ്ഞു. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മോള് കണ്ണുനീര് വരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ മോടെ ചുണ്ടായിട്ട് ഞാൻ കണ്ടുകൊണ്ട് എൻ്റെ ചുണ്ടിൽ ഞാൻ ഉടമ്പടി തൈലം പൂശി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് കാണാനില്ല. അത് വലിയൊരു അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ കൊച്ചിന് 1 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അരയ്ക്ക് ചുറ്റും അലർജിയാണ്. അങ്ങനെ ചുമന്ന് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആദ്യം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മരുന്ന് മേടിച്ചു, വീണ്ടും ചൊറിഞ്ഞ് പൊട്ടുന്നു. അപ്പോഴേ വൈകിട്ട് പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ചെയ്ത്, നിങ്ങൾ നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ എന്തിനും ഹോസ്പിറ്റലിൽ പോകണം, അമ്മ മാതാവ് അല്ലേ ഉടമ്പടി തൈലേ ഉള്ളത്. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടനെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോനോടും പറഞ്ഞു, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, നമുക്ക് ഉടമ്പടി തൈലം പൂശിയാൽ മതി. ഉടമ്പടി തൈലം ഇട്ട് കഴിയുമ്പോൾ അമ്മ മാതാവ് അത് സൗഖ്യപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി തൈലം പൂശി എൻ്റെ കുഞ്ഞിന് ആ പൂർണ്ണമായ സൗഖ്യം കിട്ടി. അതുപോലെ തന്നെ എൻ്റെ മോളും എൻ്റെ കൂടെയാണ്. ആ കുഞ്ഞിനും എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോൾ ഉടമ്പടി തൈലമാണ് ഇട്ട് കൊടുക്കുക. പനി വന്നാലും ശരി, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ അവർക്കും വളരെ അത് ആശ്വാസപ്രദമാണ്. ഒത്തിരിയേറെ അനുഭവങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് എൻ്റെ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒത്തിരി പറഞ്ഞാൽ തീരാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അമ്മ മാതാവ് തന്നു. മോൻ്റെ കല്യാണം അത് വലിയൊരു മിറക്കാണെന്ന് വേണം എനിക്ക് പറയാനായിട്ട്. ഇളയ മോനാണ്, വിദേശത്താണ്, അവന് 29 വയസ്സായി. അപ്പം ഞാൻ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ സമയത്ത് ഞാൻ പള്ളിയിലിരിക്കുമ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം കപ്പിൾസായിട്ട് അവിടെ വന്ന് അവർ പ്രസിഡന്റിയായിട്ട് ഇരിക്കുകയാണ്. ഞാൻ പുറകെ നിന്ന് നോക്കി, മോന് ഈ വർഷം 29 വയസ്സാകും. ഞാൻ അന്നേരം അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ അന്തോനീസേ, അടുത്ത തിരുനാളിന് എൻ്റെ മക്കളെ 2 പേരെയും പ്രസിഡന്റിയാക്കുവാനായിട്ട് അമ്മ മാതാവ് സഹായിക്കണം, ഈ അന്തോനീസെ സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മാട്രിമോണിയിൽ പേര് കൊടുത്തു. അത് ഒത്തിരി ഞങ്ങൾ നോക്കി, ഒന്നും നടന്നില്ല. അവസാനം അങ്കമാലിയിൽ നിന്നും ഒരു പ്രപ്പോസൽ വന്നു. ഞാൻ അവിടെ പോകാനായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടുകാർ മാത്രം, ഞാനും എൻ്റെ മോനും ഭാര്യയും മരുമോനും മാത്രം ഞങ്ങൾ അവിടെ നിന്ന് പോയി. ഇവിടെ പോകാൻ നേരത്ത് ഞാൻ ജപമാല എടുത്ത് അവിടം വരെ ആരോടും സംസാരിക്കുന്നില്ല. സാധാരണ ഞാൻ വണ്ടിയെ കയറിയിരുന്ന ഉറങ്ങിപ്പോകുന്ന പതിവുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ ജപമാലയും പിടിച്ച് ഞാൻ ജപമാലയും ചൊല്ലി ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മേ നീ കരുതുന്നുവെങ്കിൽ എനിക്കൊരു അടയാളം എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മോന് വേണ്ടിയിട്ട് നീ കരുതുന്നുവെങ്കിൽ എനിക്കൊരു അടയാളം വേണമെന്ന് പറഞ്ഞു. ഞാൻ ജപമാല ചൊല്ലി അവിടം വരെ 250 ജപമാല ചൊല്ലി ഞാൻ ആ വീട്ടിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു. അവിടെ ചെന്ന് എൻ്റെ കണ്ണുകളെല്ലാം പരുതി. അപ്പോൾ ആ രൂപക്കോട്ടിൻ്റെ അവിടുത്തെ ഒരു ചെറിയൊരു ഫോട്ടോ, അമ്മ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ അവിടെ കാണാൻ സാധിച്ചു. ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പം കൂടെയുള്ളവരോട് ചോദിച്ചു, നിങ്ങൾ അമ്മ മാതാവിനെ കണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു. അവർ ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞതുപോലെ
2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ അപ്പനും അവർ പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങുന്നത് ഇങ്ങനെയാണ് പറഞ്ഞത്: ഇത് വളരെ മോശമാണ്, വഴി വളരെ മോശമാണ്, ഭയങ്കര ദൂരമാണ്, ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആകെ ക്ഷീണിച്ച് ഛർദ്ദിച്ച് അവശതയായിട്ടായിരുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇത് നടക്കത്തില്ലായിരിക്കും എന്നുള്ള കണക്കൂട്ടിൽ ഞാനിരുന്നു. പക്ഷെ അവർ റോഡിൽ നിന്ന് വീട്ടിലോട്ട് കയറി, മുറ്റത്തുനിന്ന് കയറി മുറിക്കകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഇവരാകെ ഓക്കെ ആയി, എല്ലാം ഫ്രഷായി. അത് കഴിഞ്ഞ് ഇവർ ധൃതിയായിരുന്നു. ഇവർ പറഞ്ഞൊക്കെ സമയം പോയി, ഞങ്ങൾ ഉടനെ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ പോയി. ഞാനും ജപമാലയുണ്ടായിരുന്നു, ഞങ്ങൾ ജപമാലയ്ക്കും പോയി. അവർ പോയ വഴി ഞാൻ വേറെ റൂട്ടാണ് പറഞ്ഞു കൊടുത്തത്. ആ വഴിയെ അവർ പോയി. അവരിടയ്ക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ പറ്റില്ല, ഞാൻ സൈലൻ്റ് ഇട്ടിലേക്കായിരുന്നു ഞാൻ ജപമാലയ്ക്ക് പോയതുകൊണ്ട്. അപ്പോൾ എന്നോട് പിന്നെ ഞാൻ തിരിച്ചങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞ്, പെണ്ണിൻ്റെ പപ്പ പറഞ്ഞത്, ഞങ്ങൾ വന്നു, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ തിരിച്ചു വന്ന വഴി ഞങ്ങൾക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നാ അങ്ങോട്ട് വരുന്നത് അതനുസരിച്ച് പോരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, ഇന്ന പോലെ അവർ വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് മോൻ പറഞ്ഞു, പപ്പ നമ്മുടെ സിറ്റുവേഷനും കാര്യങ്ങൾ ഹൈ റേഞ്ചാണ്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം പപ്പ പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, പറഞ്ഞില്ല, അത് അവിടെ ചെന്നിട്ട് പറയാമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ മോൻ പറഞ്ഞ്, ഇല്ല അത് പറ്റത്തില്ല പപ്പ, നമുക്ക് ഇപ്പം തന്നെ പറഞ്ഞിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ആ രീതിയിൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം മോടെ പപ്പ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ അവിടെ വന്നത് ഒരു തീരുമാനമെടുത്തിട്ടാണ് ഞങ്ങൾ റോഡിൽ ഇറങ്ങിയത്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പം കൂടെ വന്നവരോട് ഞാൻ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു: ഇത് ലാസ്റ്റ് വരവാണ്, ഇനിയൊരു വരവ് ഇവിടെ ഉണ്ടാകത്തില്ല. അപ്പം ഞങ്ങൾ റോഡിൽ വെച്ച് തീരുമാനമെടുത്തതാണ് ഇത് വേണ്ടാന്ന്. പക്ഷേ എങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഞങ്ങളുടെ 8 പേരുടെയും മനസ്സ് ഒരുപോലെ മാറി. ഇത് എൻ്റെ മോൾക്ക് പറ്റിയ ഒരു അനുയോജ്യമായൊരു ബന്ധമാണ് എന്ന്. അത് പറയാനുള്ള കാരണം, ഞാൻ ആ വീട് പണി നടന്നപ്പോൾ വളരെ തീക്ഷ്ണമായി ഇവിടെ കൊറോണയുടെ സമയത്ത് വീട്ടിലെ അൾത്താര എന്നുള്ള തിയറി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വീട് പണിത് വന്നപ്പോൾ ശരിക്കും ഒരു അൾത്താരയായിട്ട് മാറി. എൻ്റെ പ്രാർത്ഥനാമുറി കയറുന്ന ഭാഗം അൾത്താരയും ക്രൂശദ്രൂപവും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു അൾത്താര പോലെ തന്നെ ദൈവികമായ വലിയൊരു ചൈതന്യം നിലനിൽക്കുന്ന കൃപാസന മാതാവിൻ്റെ വലിയൊരു ഫോട്ടോ, ആ വലിയൊരു സാന്നിധ്യം ആരെയും സന്തോഷിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. പക്ഷേ അവർക്ക് അവിടെ കയറിയപ്പോഴവർ പറഞ്ഞതാണ്, ഞങ്ങളൊരു കയറി വന്നത് ഒരു വീട്ടിലേക്കല്ല. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എടീ, നിന്നെ ഞാൻ വിടുന്നത് ഒരു വീട്ടിലേക്കല്ല, ഒരു ദേവാലയത്തിലേക്കാണ് നിന്നെ ഞാൻ വിടുന്നത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞ്, ഞങ്ങൾക്ക് ഇനി ഒന്നും ആലോചിക്കാനില്ല, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. അതുപോലെ തന്നെ കല്യാണത്തിനാണ് അവർ എന്നോട് പറഞ്ഞ്, ഇനി ഞാൻ കല്യാണത്തിന് മാത്രമേ ഇങ്ങോട്ട് വരികയുള്ളൂ, കല്യാണത്തിനേ ഞങ്ങളിനി അങ്ങോട്ട് വരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി വാക്ക് ഉറപ്പിച്ചെങ്കിലും അവർ കല്യാണത്തിനാണ് പെണ്ണിയായിട്ട് നമ്മുടെ ഇടവക പള്ളി വന്ന് കല്യാണം നടത്തിയത്. അത് തീർച്ചയായിട്ടും മാതാവിൻ്റെ വലിയൊരു അഭിഷേകം, അനുഗ്രഹമാണ് വിവാഹം. അതുപോലെ തന്നെ ആ തിരുനാളിന് പ്രസിദ്ധേന്തിയായിട്ട് അവരെ 2 പേരെയും ഈ കഴിഞ്ഞ തിരുനാളിന് നിർത്തേണ്ടി വന്നു. അപ്പോൾ അതെല്ലാം അമ്മ മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഞാനുമായി ബന്ധപ്പെടുന്ന വ്യക്തികളിലുമെല്ലാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട്. ഒത്തിരി പേരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഈ സാമ്പത്തികമായി ഒത്തിരിയേറെ പൈസ എനിക്ക് കിട്ടാതിൻ്റെ വിളിച്ച് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അവരോടെല്ലാം ക്ഷമിക്കാനുള്ള ഒരു കൃപ കിട്ടിയതുകൊണ്ടാണ് അമ്മ മാതാവ് എന്നെ എത്രത്തോളം അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുവന്നു. ആമേൻ. ജെയിംസ് ഏട്ടൻ നല്ലൊരു കോൺട്രാക്ടറാണ്. അദ്ദേഹത്തിന് കുറേ പേർ പൈസ കൊടുക്കാറുണ്ട്.
എങ്കിലും അദ്ദേഹം എവിടെയൊക്കെ പൈസ കൊടുക്കാനുണ്ടോ അവിടെയൊക്കെ പൈസ കൊടുക്കുവാനായിട്ട് ശ്രമിച്ചതുകൊണ്ട് വീട് പണിക്ക് വെച്ച പൈസ പോലും എടുത്തു കൊടുത്ത് അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിലായി. നല്ല രീതിയിലാണ് ചെയ്തതെങ്കിലും അവസാനം എല്ലാ കുടുംബത്തെ ചതിച്ച പോലത്തെ ഒരു അവസ്ഥയിലെത്തി. അങ്ങനെ തകർന്ന അവസ്ഥയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അമ്മ മാതാവ് ആദ്യമേ തന്നെ കൊടുത്തത് സൗഖ്യമാണ്. അത് ആരാധനയിൽ അച്ഛൻ ഇവിടെ പറഞ്ഞ കാര്യമാണ്. പിന്നീട് അങ്ങോട്ട് ഓരോ അവസ്ഥയിലും ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം ഭവനം ലഭിക്കുകയും മക്കളുടെ വിവാഹം ഭംഗിയായി നടക്കുകയും സൗഖ്യം ലഭിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യം ഈ ഭവനത്തിൽ ലഭിക്കുകയാണ്. എഫേസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. തീർത്തും തീർന്നുപോയി എന്ന നിലയിൽ ഇവിടെ വരികയും എന്നാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഉടമ്പടിയെടുത്ത് വിശ്വസ്തയോടെ നിലനിൽക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ കുടുംബം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടുകയാണ്. നമ്മൾ ഉടമ്പടിയിലേക്ക് വന്ന് ദൈവത്തോട് വിശ്വസ്താപൂർവം നിൽക്കുമ്പോൾ അമ്മ മാതാവ് പറയുന്നത് പോലെ ഈശോ പറയുന്നത് അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെട്ട് സഹായിക്കും. പരിശുദ്ധ മാതാവ് വഴി ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.